ഞാൻ ഒരിക്കൽ കൂടി ശ്രീ മൊയ്തീൻ കുട്ടി പുളിക്കലിലേക്ക് പോവുകയാണ്. ശ്രീ മൊയ്തീൻ കുട്ടി പുളിക്കൽ, ഈ ഡീൽ ഇപ്പോൾ അഹമ്മദ് മാഷ് പറയുന്ന അനുസരിച്ചിട്ടാണെങ്കിൽ, അതുപോലെ ശ്രീ ബേസൽ പറയുന്ന അനുസരിച്ചിട്ടാണെങ്കിൽ, ഈ വെള്ളാപ്പള്ളി ഉപയോഗിച്ച് NSSനെയും കൂടെ കൂട്ടി ഈ പിണറായി വിജയൻ ഒരു 3ാം ടേം കൊടുക്കാനുള്ള ഒരു നീക്കമാണോ ഇപ്പോൾ നടക്കുന്നത്? അതേക്കുറിച്ച് അങ്ങയുടെ അഭിപ്രായം ശ്രീ മൊയ്തീൻ കുട്ടി പുളിക്കൽ. അല്ല, കേരളത്തില് കഴിഞ്ഞ 10 വർഷത്തെ ഭരണം മുന്നിൽ വെച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചോദിക്കാന് ഒരു ജാതി മത സംഘടനയുടെ നേതാക്കന്മാരെയും മുന്നിൽ നിർത്തേണ്ടതില്ല. അത് കഴിഞ്ഞ കാലങ്ങളിലും LDF ചെയ്തിട്ടില്ല. എല്ലാ ജാതി മത സംഘടനകളെയും ശക്തമായി എതിർക്കേണ്ട സമയത്ത് വളരെ കൃത്യമായി അവരെ എതിർത്തുകൊണ്ടാണ് ഇടതുപക്ഷം മുന്നോട്ട് പോയിട്ടുള്ളത്. അവിടെ ഒരു വിട്ടുവീഴ്ചയും ഇടതുപക്ഷം ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞ കാലങ്ങളിൽ കേരളത്തിലെ ചരിത്രം പരിശോധിക്കുന്ന മുഴുവൻ ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇടതുപക്ഷത്തിന്റെ നിലപാട് വളരെ വ്യക്തമാണ്. ഒരു ജാതി മത സംഘടനയെയും കൂടെ കൂട്ടിക്കൊണ്ട്, കാരണം ഇപ്പൊ നമ്മൾ കാണുന്നുണ്ടല്ലോ, കേരളത്തിൽ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. കേരളത്തിൽ കൊച്ചി കോർപ്പറേഷന്റെ മേയർ സ്ഥാനം ഏറ്റെടുത്തയാള് പൊതുയോഗം വിളിച്ചിട്ട് പറയാണ്, ഞാൻ ഇന്ന ജാതി വിഭാഗത്തിന്റെ ആളായിട്ടാണ് കൊച്ചി കോർപ്പറേഷന്റെ മേയർ സ്ഥാനത്തിരിക്കുന്നത് എന്ന് പറയുന്ന സാഹചര്യം നമ്മൾ കാണാണ് കേരളത്തിൽ. എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യം എന്ന് കേരളം ഭരിച്ചു. ഇവിടെ കേരളത്തിൽ ഇതിനു മുമ്പ് മന്ത്രിസഭ ഉണ്ടായല്ലോ. ഇതിനു മുമ്പ് കേരളത്തിൽ മന്ത്രിസഭ അധികാരത്തിൽ വരുമ്പോ നേരത്തെ കോൺഗ്രസിന്റെ നേതാവ് രാജ്മോഹൻ ഉണ്ണിത്താൻ തന്നെ വളരെ കൃത്യമായിട്ടൊരു ചാനൽ റിവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ഇടതുപക്ഷം അധികാരത്തിൽ വന്ന് മന്ത്രിസഭ ഉണ്ടാക്കിയപ്പോ ഒരു ജാതി സംഘടനയും ഒരു മതസംഘടനയും വന്നുകൊണ്ട് ഞങ്ങളെ സമുദായത്തിന് ഇത്ര മന്ത്രിസ്ഥാനം വേണം, ഞങ്ങൾക്ക് ഇന്ന സ്ഥാനങ്ങൾ വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷം സമീപിക്കുന്ന ഒരു സാഹചര്യവും കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അത് ഉണ്ടായത് മുഴുവൻ UDFന്റെ കാലഘട്ടത്തിലാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അങ്ങനെ ഒരു ജാതി സംഘടനയുടെയും പിന്നാലെ, ഒരു മതസംഘടനയുടെ പിന്നാലെ പോയി അധികാരത്തിലേറുകയോ അവർ പറയുന്നതനുസരിച്ച് സംസ്ഥാനത്തിന്റെ ഭരണം നടത്തുകയോ ചെയ്യുന്ന സംഘടന അല്ല ഇടതുപക്ഷം. ആ സംവിധാനമല്ല ഇടതുപക്ഷം. ഇടതുപക്ഷത്തിന് കേരളത്തിന്റെ മുന്നേറ്റത്തെ കുറിച്ച് വളരെ കൃത്യമായ ധാരണയുണ്ട്, വളരെ കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേരളത്തിൽ ഉണ്ടാക്കിയെടുത്ത വികസന പ്രവർത്തനങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ വോട്ട് ചോദിക്കാൻ കഴിയുന്ന കൃത്യമായ സാഹചര്യം കേരളത്തിലുണ്ട്. കഴിഞ്ഞ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ ആ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾ ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടി ജാതി സമവാക്യവും വെള്ളാപ്പള്ളി നടേശനെയും അതുപോലെ ശബരിമല വിഷയവും ഒക്കെ കൊണ്ടുവന്നുകൊണ്ട് ഈ സ്വർണം കട്ട ആളുകൾ തന്നെ അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വ്യാജ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടാണ് കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചത്. ആ തെറ്റിദ്ധാരണ മാറ്റി ജനങ്ങൾക്കിടയിൽ അതുമായി ബന്ധപ്പെട്ട് സംവദിച്ചുകൊണ്ട് ആ തെറ്റിദ്ധാരണകൾ തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന വളരെ കൃത്യമായ സംവിധാനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇങ്ങനെ ഒരു ജാതി സംഘടനയുടെയും പിന്നാലെ പോകുകയോ ഒരു ജാതി സംഘടനയും 2 ജാതി സംഘടനകളെ യോജിപ്പിച്ചുകൊണ്ട് അധികാരത്തിൽ വരേണ്ട ഒരു സാഹചര്യവും ഇപ്പൊ കേരളത്തിൽ ഇല്ല എന്നത് വളരെ വ്യക്തമാണ്.